സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു. കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയെ തുടർന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമുണ്ട്. ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പൊന്മുടി അടച്ചിരിക്കുന്നു. നമുക്ക് ഓരോ ജില്ലയിലെയും നിലവിലത്തെ സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഇപ്പോൾ ഇതാ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ സുജു ടി ബാബു തയ്യാറാണ് നമ്മളോടൊപ്പം. സുജു, നോക്കൂ, മഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? പത്തനംതിട്ടയിൽ രക്ഷാപ്രവർത്തനം എത്രത്തോളം പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു? റോഡുകളിൽ നിന്നും മറ്റും വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ? റോഡുകളിൽ നിന്ന് വെള്ളം പൂർണ്ണമായി തുടങ്ങിയിട്ടില്ല. റാന്നിയിൽ ഇപ്പോഴും നൂറുകണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്. അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഉചിതമായി മുന്നോട്ട് പോവുകയാണ്. റാന്നിയിൽ ഈ കുട്ടവഞ്ചി എത്തിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, റാന്നി MLA പഴവളം മധു, മറ്റ് ആളുകളൊക്കെ തന്നെ അവിടെ പ്രവർത്തനത്തിൽ സജീവമാണ്. ഇപ്പോഴും റാന്നി നമുക്കറിയാം, ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് പെയ്ത മഴയിലാണ് വലിയ കെടുതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. ആവശ്യമായ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് മുൻകൂട്ടി അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനവും ഈ ദുർഘടമായി മാറുന്ന ഇത്രയധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത, പത്തനംതിട്ട മൂഴിയാറിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. മൂഴിയാറിനും കക്കിക്കും ഇടയിൽ മധ്യയാണ് ഈ അവിടെ ക്രോസിംഗിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. അതോടുകൂടി തന്നെ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ജില്ലയിൽ നമുക്കറിയാം, മലയോര മേഖലയിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കോന്നിയിലെ കൊപ്പാത്തോട് പോലുള്ള പ്രദേശങ്ങളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ കെടുതി മലയോര മേഖലയിൽ മാറി ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിലേക്കും വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. ആറന്മുള ഐക്യര ജംഗ്ഷനിൽ വെള്ളം കയറിയായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയും, അതായത് തിരുവല്ല, പെരിങ്ങര, ചാത്തങ്കേരി തുടങ്ങിയ തിരുമൂലപുരം തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നുണ്ട്. കാരണം പ്രളയ സാധ്യതയുണ്ട്. ഈ മലയോര മേഖലയിൽ എത്തുന്ന വെള്ളം ആദ്യം ഒഴുകിയെത്തുന്ന ഈ മേഖലയിലേക്കാണ്. റാന്നി തന്നെയാണ് ജില്ലയിൽ ഏറ്റവും അധികം ഈ പ്രളയം അല്ലെങ്കിൽ കെടുതി മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തനം നടക്കുന്നതിനൊപ്പം തന്നെ ഈ മുന്നറിയിപ്പ് ഉണ്ടാകാത്തതിൽ വലിയ പരാതിയും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനത്തെ പറ്റി ചില പരാതികളും ഈ ഘട്ടത്തിൽ ഉയർന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. റാന്നിയിൽ CPIM-ന്റെയും നേതൃത്വത്തിൽ, റാന്നി മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രാമിന്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തന CPIM പ്രവർത്തകരും സജീവമാണ്. മാത്രമല്ല, ഭക്ഷണം പൊതിയും രക്ഷാപ്രവർത്തനം എത്തുന്നവർക്കും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് സന്നദ്ധ സംഘടനകൾ, അതുപോലെ പ്രത്യേകിച്ച് CPIM ഏരിയ കമ്മിറ്റി തന്നെ അവിടെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. സിന്ധൂരി.